ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഏഷ്യൻ ബ്ലോഗർ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംതിങ് സ്പെഷ്യലാണ്. വീണ്ടും ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഞണ്ട് കറി കാണിച്ചു തരാം. ഇവിടെ വെച്ചിട്ടുണ്ട് ആശാനെ. ഇത് ശരിക്കും ഉണ്ടാക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് എൻ്റെ സുഹൃത്തും യൂട്യൂബറുമായ യൂനിസ് ബായി ആണ്. അപ്പോൾ യൂനിസ് വ്ളോഗ്സ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ പേര്. ഞാനിവിടെ താഴെ കാണിക്കുന്നുണ്ട്. ഓക്കെ, പുള്ളിക്കാരൻ അബുദാബിയിലാണ്. അപ്പോൾ അബുദാബിയിൽ നിന്ന് അവർ രാത്രി കടലിൽ പോയിട്ട് ഞണ്ടൊക്കെ പിടിച്ചുകൊണ്ടുവന്ന് ഇന്നലെ കറി വെച്ച് കഴിച്ചിട്ട് അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എന്നെ കാണിച്ച് എന്നെ വല്ലാണ്ട് അങ്ങ് കൊതിപ്പിച്ചു. അപ്പം മുതൽ എനിക്ക് തോന്നിയാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ ഞാൻ ഇറങ്ങി ഇവിടുത്തെ മാർക്കറ്റ്, ഞാനിപ്പോൾ ട്രിവാൻഡ്രത്താണുള്ളത്, ഇവിടെയുള്ള കംപ്ലീറ്റ് മാർക്കറ്റിംഗ് കയറി ഇറങ്ങി അവസാനം എനിക്ക് ഒരു സ്ഥലത്ത് നിന്ന് എനിക്ക് ഞണ്ട് കിട്ടി. അങ്ങനെ ഞണ്ട് വാങ്ങിക്കൊണ്ടുവന്ന്. സോ യൂനിസ് ബായി, ഇതാണ് ചലഞ്ച്. ഓക്കെ, ഞാനും വാങ്ങിയിട്ടുണ്ട് ഞണ്ട്. അപ്പോൾ ഞണ്ട് വാങ്ങി അത് കഴിക്കണമെന്നൊരു ഭയങ്കര ആഗ്രഹം തോന്നി. കാര്യം ഇന്നലെ പുള്ളിക്കാരൻ അയച്ചു തന്ന ഫോട്ടോയും അതുപോലെ തന്നെ അതിനകത്ത് വാങ്ങി പുള്ളി കുക്ക് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് വോയിസ് മെസ്സേജും കാര്യങ്ങളൊക്കെ വിട്ട് കഴിച്ച ആ ടേസ്റ്റൊക്കെ അതെനിക്ക് അതുപോലെ ഫീൽ ചെയ്തു. അപ്പോൾ തൊട്ട് വിചാരിച്ചാണ് എന്തായാലും ഞണ്ട് കറി ഉണ്ടാക്കിയിട്ട് തന്നെ ബാക്കി കാര്യമാണ്. അപ്പോൾ ഇതൊരു ചലഞ്ചും കൂടെയാണ്. എന്തായാലും ശരി, ഞാൻ ഈ സാധനം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് കറി വയ്ക്കാൻ പോവാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കറി വെച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ മറ്റ് പരിപാടികളിലേക്ക് പോവാം. അപ്പോൾ ഇതിപ്പോൾ ജസ്റ്റ് ഞാൻ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ ഒരുപാട് മണ്ണ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കടലിൽ നിന്ന് പിടിച്ചല്ലോ. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്ത് ആ ഒരു ഉപ്പിൻ്റെയും മണ്ണിൻ്റെയും എഫക്റ്റൊക്കെ പോയി നല്ല കുട്ടപ്പനായിട്ട് ഇരിപ്പുണ്ട് ആശാന്മാരുടെ. അപ്പോൾ ഇനി ഇതിനകത്ത് കുറച്ച് പരിപാടികളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ കൈ കാലൊക്കെ സെപ്പറേറ്റ് ആക്കി ഇതിനെ ഒരു കറിക്കൂട്ടാക്കി എടുക്കണം. കറിയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഇതിനെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ കുറച്ചധികം പണിയുണ്ട്. സാധാരണ ഫിഷ് പോലെ അല്ല, ഞണ്ടാണേ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ശരി, നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ലൈക്ക്, കമൻറ്റ് കാര്യങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റിൽ ഒന്ന് പറയണം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മളിതിൻ്റെ ഈ കൈ കാലുകൾ ഇതൊക്കെയാണ് നമ്മളൊന്ന് വേർതിരിച്ചെടുക്കേണ്ടത്. അത് നമുക്ക് കൈ കൊണ്ട് തന്നെ ഇതുപോലെ പതിയെ ഇളക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അതിന് ഇപ്പോൾ എന്താ പറയുക, കത്തി കാര്യങ്ങളൊന്നും തന്നെ ആവശ്യമില്ല. നമുക്ക് തന്നെ കൈ കൊണ്ട് ചെറിയൊരു ബലം കൊടുത്താൽ ഇളക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് ബലം കൊടുത്താൽ ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനകത്തൊക്കെ അതിൻ്റെ മാംസവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ആ കൈ കാലിൻ്റെ അകത്തൊക്കെ. അപ്പോൾ അത് നമ്മൾ ലാസ്റ്റ് ജസ്റ്റ് നല്ലതായിട്ട് വാഷ് ചെയ്തൊക്കെ എടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ ഇതിനകത്തൊന്ന് ചെറുതായിട്ടൊരു കത്തി എന്തെങ്കിലും വെച്ച് ആ ഒരു ഭാഗം മാത്രം ഒന്ന് രണ്ടായിട്ടൊന്ന് പൊട്ടിച്ച് എടുത്തു കഴിഞ്ഞാൽ ഉള്ളിലിരിക്കുന്ന സാധനങ്ങളൊക്കെ വെളിയിൽ വരും. അപ്പം ആദ്യം നമ്മൾ ഇതുപോലെ കാലെല്ലാം ഒന്ന് ഇളക്കിയെടുക്കും. ഇനി അതിനുശേഷം ഇതുപോലെ എടുത്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഈ കാലിൻ്റെ അറ്റത്ത് ചെറിയ രീതിക്ക് ഇരിക്കുന്ന ഈ ഒരു സംഭവങ്ങളൊക്കെ ഒന്ന് ഇളക്കി മാറ്റുക. അതൊക്കെ വേസ്റ്റിലേക്ക് പോകുന്നതാണ്, അത് നമുക്ക് ആവശ്യമില്ല. ഇങ്ങനെ ഇളക്കിയെടുക്കുക നന്നായിട്ട്. ഇത് ഞണ്ട് ഇറുക്കുന്ന ഭാഗമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ചില ആൾക്കാർ ഇടാറില്ല, പക്ഷേ അത് ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു വെറൈറ്റി, വേറൊരു ഫ്ലേവർ, ഒരു ടേസ്റ്റൊക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ചേർക്കുകയാണ്. അത് ജസ്റ്റ് പിന്നീട് ലാസ്റ്റ് ഒരു കത്തി കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് തട്ടിപ്പൊട്ടിച്ചങ്ങ് ഇട്ടാൽ മതി. അപ്പോൾ അതിനകത്തുള്ള ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ, കാലിൻ്റെ അറ്റത്തിരിക്കുന്ന ചെറിയ ഭാഗങ്ങളൊക്കെ ഒന്ന് ഇളക്കി മാറ്റുക. ഞാൻ ആ സൈഡിലേക്ക് മാറ്റി വയ്ക്കുന്നില്ലേ, അപ്പോൾ അതുപോലെ സൈഡിലേക്ക് മാറ്റി വെക്കുക. പിന്നെ നമ്മളിപ്പോൾ അതിനകത്ത് ആ ടോപ്പിൽ ലെയറിൽ കാണുന്നില്ലേ, ആ ഒരു 3 കണ്ണുപോലെയൊക്കെ ഇരിക്കുന്നില്ലേ, ആ ഡിസൈനുള്ള ഭാഗം, അത് നമ്മൾ യൂസ് ചെയ്യില്ല കേട്ടോ. അത് നമ്മൾ വേസ്റ്റിലേക്ക് ഇടുന്ന സംഭവമാണ്. അത് ഇളക്കി എടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഈ കാലിൻ്റെ അറ്റത്തിരിക്കുന്ന കാലിൻ്റെ ചെറിയ എന്താ പറയുക, നഖം പോലെയൊക്കെ വരുന്ന ആ ഒരു ഭാഗം മാത്രം നമ്മൾ ഇളക്കി മാറ്റുകയാണ്. ഇതുപോലെ നല്ല രീതിയിൽ ഇളക്കി മാറ്റുക. ഇത്രയും വേസ്റ്റാണ്, കാലിൻ്റെ ഭാഗത്ത് വരുന്ന വേസ്റ്റാട്ടോ. ഇത്രയും നമ്മളങ്ങ് മാറ്റി ഇനി നമ്മളിതിനെ പൊളിച്ചെടുക്കും. ഇതെല്ലാം കഴിഞ്ഞ് നല്ല രീതിയിൽ വാഷ് ചെയ്യണം, 5-6 പ്രാവശ്യം വാഷ് ചെയ്യണം. കണ്ടു, ഇത് ഇളക്കി എടുത്തു കഴിഞ്ഞതിന് ശേഷം ആ സൈഡിൽ നമ്മളിങ്ങനെ കൈ കൊണ്ട് പിടിക്കുമ്പോൾ ചകിരി പോലെ കുറച്ച് ഭാഗം ഇരിപ്പുണ്ടാവും. അതിനെയൊക്കെ ഇളക്കി അതിനകത്ത് കുറച്ച് മഞ്ഞ നിറത്തിലൊക്കെ വേസ്റ്റ്, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത് വേസ്റ്റാണെന്ന്. ആ മഞ്ഞ നിറത്തിലൊക്കെ ഇരിക്കുക, അതൊക്കെ ഇളക്കി മാറ്റി അതിനകത്ത് കാണുന്ന വെള്ള നിറത്തിലുള്ള മാംസം മാത്രമേ എടുക്കുകയുള്ളൂ. അതെടുത്തിട്ട് നമ്മൾ നല്ല രീതിയിൽ വാഷ് ചെയ്തെടുക്കണം. ഒരു 5-6 പ്രാവശ്യമെങ്കിലും വാഷ് ചെയ്തെടുക്കേണ്ടി വരും ഇത് മൊത്തം. എന്താ കണ്ടേ, ഇതുപോലെ ഇളക്കിയിട്ട് ആ മേളിലിരിക്കുന്ന ഡിസൈനുള്ള ഭാഗം നമ്മളങ്ങ് മാറ്റും. സോ ഗൈസ്, നമ്മുടെ ഞണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതേ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മുടെ ഈ ഒരു ഞണ്ടിങ്ങനെ ഇറുക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊരു കത്തിയോ അല്ലെങ്കിൽ വെട്ടോത്തിയോ വെച്ചൊന്ന് ചതച്ചു കൊടുക്കണേ. കാര്യം എന്ന് വെച്ചാൽ അതിനകത്തൊക്കെ കുറച്ച് സാധനങ്ങൾ ഇരിപ്പുണ്ട്. അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്.
ഇത് എങ്കിൽ മാത്രമേ മസാലയൊക്കെ ഇതിനകത്ത് പിടിക്കുള്ളൂ. നമ്മളിതിനകത്ത് കറി വയ്ക്കുമ്പോൾ അതിനകത്തുള്ള ഉപ്പും മുളകും കാര്യങ്ങളൊക്കെ അകത്ത് പിടിക്കണം, നല്ല ടേസ്റ്റ് വന്നു. പിന്നെ ചിലർ ഇത് കളയാറുണ്ട്, ഞാനത് കളയാത്ത വെച്ചാൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഫ്ലേവർ വരും, അതിന് വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ കടിച്ച് കഴിക്കണമെന്നില്ല, ഇതിനകത്തുള്ള മറ്റു കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി. ഓക്കെ, ഇതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതേ മറ്റുള്ള ഭാഗങ്ങളൊക്കെ ഇതുപോലെ രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുള്ള മാംസമൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ കുറേ പ്രാവശ്യം വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇതിനകത്ത് മണ്ണും കുറച്ച് എന്താ പറയുക വെള്ളത്തിൽ കിടക്കുന്നില്ല, പായലും ചെളി ഭാഗം അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വളരെ നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് വെടിപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അടിപൊളി, മൊത്തം എല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ മേടിച്ചത് 300 ഗ്രാമേ മേടിച്ചിട്ടുള്ളൂ. ചില ആൾക്കാർ 1 കിലോ മേടിക്കും, 1/2 കിലോ മേടിക്കും, 2 കിലോ, അതൊക്കെ ഓരോരുത്തരുടെ വീട്ടിലെ അംഗങ്ങൾ അനുസരിച്ചാണ്. ഞങ്ങളിവിടെ 2 പേരേ ഉള്ളൂ, ഞാനും വൈഫ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് 2 പേർക്ക് ഇത് തന്നെ ധാരാളമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു 300 ഗ്രാം 100 രൂപയുടെ ഞണ്ടാണ്. ഓക്കെ, ജസ്റ്റ് 100 റുപ്പീസ്, അത് മാത്രമേ ഉള്ളൂ ഈ ഒരു സംഭവത്തിന്. ഓക്കെ, അപ്പോൾ നമ്മളിനി ഇതിനെ ചട്ടിയിലാക്കാൻ പോണ്. നല്ല അടിപൊളി കറിച്ചട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കറിച്ചട്ടിയിൽ ഇട്ടിട്ടാണ് നമ്മളിത് ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, അതെ കണ്ടില്ലേ, ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത്. പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഒരു വലിയ കഷ്ണം എടുത്തിട്ടുണ്ട്, ഇത്രയും ചെറിയ ഉള്ളിയുണ്ട്. ഇത് ഇത്രയും കൂടെ നമ്മൾ ബ്ലെൻഡറിലിട്ട് ഒരു ആഡ് ചെയ്യാൻ കഴിക്കുന്നു. എന്നിട്ട് നമ്മൾ അതൊക്കെ ചേർത്തിട്ടുള്ള ഒരു ചെറിയ പരിപാടി ഉണ്ട്, കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമുക്കിനി കുക്കിങ്ങിലേക്ക് കിടക്കാം. അതിനാവശ്യമായ സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാണ്. കുറച്ച് പുളി കൂടി നമ്മളിതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് പുളി അതിനകത്ത് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി ഇത് നമ്മുടെ ഞണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം നല്ല രീതിയിൽ 5-6 പ്രാവശ്യം വാഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിത് കത്തി വെച്ച് ചെറുതായിട്ടൊന്ന് അതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് 2 തട്ട് കൊടുത്താൽ മതി. അതിനകത്തിരിക്കുന്ന മാംസമൊക്കെ ഇപ്പം കുറച്ചൊന്ന് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോഴേ മസാല ചേർക്കുമ്പോൾ അതെല്ലാം പിടിച്ചു വരും. പിന്നെ നമ്മളിപ്പോൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി അതെല്ലാം കൂടി മിക്സറിലൊന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഒറ്റ അടി അടിച്ചാൽ മതി, അല്ലെങ്കിൽ ചതച്ചെടുത്താലും മതി. കാര്യം അതിനകത്തുള്ള നീരൊക്കെ ഒന്ന് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എങ്കിലേ ആ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. പിന്നെ ഒരു തക്കാളി, മുഴുവൻ തക്കാളി എടുത്തിട്ടുണ്ട്. ആ തക്കാളിയാണ് കട്ട് ചെയ്ത സൈഡിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഐറ്റംസൊക്കെ ഇവിടെ റെഡിയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത് ചട്ടി അടുപ്പത്ത് വെക്കാം. ചട്ടി അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ നല്ല നാടൻ വെളിച്ചെണ്ണ അത് കുറച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഐറ്റംസ് എല്ലാം കൂടെ നമ്മൾ ഇതിലേക്ക് ഇനി ചേർക്കണം. ഇതുപോലെ അരച്ചെടുത്ത സാധനങ്ങൾ ചേർത്ത് കൊടുക്കും. ചൂട് എണ്ണയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ചൂട് എണ്ണയിലേക്ക് ഇങ്ങനെ കുറേശ്ശെ അങ്ങോട്ട് ഇട്ടിട്ട് ഇതിനെ നന്നായിട്ട് അങ്ങ് ഇളക്കി പിടിപ്പിക്കണം. ഇളക്കി ഇത് നന്നായിട്ട് വഴണ്ട് വരണം ഈ സംഭവം. ഇതിപ്പോൾ നമ്മളിങ്ങനെ അരച്ചെടുത്തതുകൊണ്ടേ, ഒന്ന് അടിച്ചെടുത്തതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചതച്ചെടുത്താലും മതി. അങ്ങനെ വരുമ്പോഴാണ് അതിനകത്തുള്ള ആ ഒരു ടേസ്റ്റും ആ ഫ്ലേവറും ഇതെല്ലാം നമുക്ക് കിട്ടുള്ളൂ. നീരൊക്കെ നന്നായിട്ട് ഇറങ്ങി കിട്ടും. അപ്പോൾ അത് ഇപ്പം ഈ ഞണ്ട് ഇങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ വേറൊരു ടൈപ്പ് ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം കൂടെ വരുമ്പോഴാണ് അത് കറക്റ്റ് ആവുന്നത്. അതുപോലെ നമുക്ക് എന്തെങ്കിലും ദഹന പ്രശ്നങ്ങളോ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വെളിച്ചെണ്ണ, അതുപോലെ ഈ വെളുത്തുള്ളി, ഇഞ്ചി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഗ്യാസ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് വിട്ട് മാറിക്കോളും. ഓക്കെ, കാര്യം ചിലർക്ക് ചില ഐറ്റംസൊക്കെ കഴിക്കുമ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, ഇനി നന്നായിട്ട് വഴണ്ട് വരണം ഇതുപോലെ. ഇപ്പോൾ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഒരുപാട് ഇട്ട് അങ്ങ് ചോപ്പിക്കുക, കറുപ്പിക്കുകയൊന്നും വേണ്ട. ഒരു മീഡിയം സൈസ് പരുവത്തിന് ഇതൊന്ന് വഴണ്ട് കിട്ടിയാൽ മതി കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പ് ഇതുപോലെ ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഇടയ്ക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കൂടിയോ കുറഞ്ഞോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാട്ടോ. ഇനി പൊടി പടലങ്ങൾ ഇടുന്നു. നമ്മുടെ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകം, മസാലയൊക്കെ ഇതിനകത്ത് ചേർക്കാനുണ്ട്. അപ്പോൾ അടുത്തത് മുളക് പൊടി ചെറുതായിട്ടൊന്ന് ഇളക്കി പിടിപ്പിക്കുക. കാശ്മീരി മുളക് പൊടി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വലിയ എരിവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ കുരുമുളകിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇവിടെ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി ഇടണം. കുറച്ച് മല്ലിപ്പൊടി. ഓക്കെ, ഇതൊക്കെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന രീതിയിൽ കുറച്ചേ ഇപ്പോൾ ഇട്ടിട്ടുള്ളൂ. ഇനി കുറച്ചൊന്ന് റെഡിയായി വന്നു കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് കൂട്ടാം. പിന്നെ കുറച്ച് ജീരകമാണ് ഇപ്പോൾ ഇട്ടത്.
കുറച്ച് മസാല ഇട്ടിട്ടുണ്ട്. മസാല മിക്സ് ചെയ്ത്, ഗരം മസാല ഇല്ലേ, മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സാധനങ്ങൾ, പട്ട, മസാല, പെരിഞ്ചീരകം, അങ്ങനെ എല്ലാം കൂടെ മിക്സഡാണ് ആ സാധനം. അപ്പോൾ അത് കുറച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ഒരു മണവും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഇതിൽ നിങ്ങൾക്ക് കറിവേപ്പിലയോ അല്ലെങ്കിൽ മല്ലിയിലയോ പുതിനയിലോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചേർക്കാം കേട്ടോ. അപ്പം അങ്ങനെ ഫ്ലേവർ കിട്ടാനുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാണ്. ഇനി ഒരു തക്കാളി മുഴുവനായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് ഇളക്കി പിടിപ്പിക്കുക. ശരിക്കും ഞാനിപ്പം എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ തന്നെ ക്രാബിൻ്റെ, ഞണ്ടിൻ്റെ പല ഡിഷും കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചൈനീസിൻ്റെയൊക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെയൊക്കെ ഒരു ടേസ്റ്റ് വേറെ ആയിരിക്കും. ഇപ്പോൾ ചൈനീസ് ആണെങ്കിലും വേറെ ഏതെങ്കിലും വെളിയിലുള്ള മറ്റ് ഇതൊക്കെയാണ് നമ്മൾ കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ ക്രാബിൻ്റെ ഡിഷ് ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും. ശരിക്കും നമ്മുടെ മലയാളികളുടെ ഫുഡിന് ടേസ്റ്റ് വരുന്നത് നമ്മുടെ ഈ ഒരു സ്പൈസസും നമ്മൾ ചേർക്കുന്ന സാധനങ്ങളൊക്കെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അങ്ങനത്തെ സാധനങ്ങൾ, അതുപോലെ നമ്മൾ ചേർക്കുന്ന മസാലക്കൂട്ട്, കുരുമുളക് പൊടികൾ, അങ്ങനെ നമ്മുടെ സ്പൈസസ് ആണ്. അതുകൊണ്ടാണ് ഈ വിദേശികൾ നമ്മളെ നാട്ടിൽ വന്നിട്ട് നമ്മുടെ ഫുഡിൻ്റെ ഒരു ടേസ്റ്റ് പിടിച്ചിട്ട് അവർ പിന്നെയും വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഞണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം മസാല ഒരു ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഞണ്ട് ചേർക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളിപ്പോൾ 2 പേരുള്ളതുകൊണ്ട് ഞാൻ കുറച്ചേ മേടിച്ചിട്ടുള്ളൂ. 300 ഗ്രാം ഞണ്ടേ ഉള്ളൂ. ചിലർ 1 കിലോ, 1.5 കിലോ, 2 കിലോ ഒക്കെ മേടിക്കും. അത് വീട്ടിലെ അംഗങ്ങളനുസരിച്ചാട്ടോ. ഇപ്പോൾ വീട്ടിൽ ഒരുപാട് പേരുണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ളത് ക്വാണ്ടിറ്റി കൂട്ടാം. അപ്പോൾ ഞങ്ങൾ 2 പേരേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇത് 100 രൂപയ്ക്കാണ് മേടിച്ചത്. ഓക്കെ, ട്രിവാൻഡ്രത്തുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ കേശവദാസപുരം റൂട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ ഫ്രഷ് ആയിട്ട് ഫിഷ് കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ആ ഏരിയയിൽ അവരുടെ അടുത്തുനിന്നാണ് ഇത് മേടിച്ചത്. അപ്പോൾ ഞണ്ടൊക്കെ ഡെയിലി ഞാൻ അവരോട് ചോദിച്ചപ്പോൾ ഡെയിലി കിട്ടുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. വെള്ളം ഇപ്പം ജസ്റ്റ് റോസ്റ്റായിട്ട് എടുക്കാനാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് വറ്റിച്ചിട്ട് വേണമെങ്കിലും റോസ്റ്റാക്കി എടുക്കാം. അതല്ല കറിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരമാണ് ചെയ്യേണ്ടത്. കറിയായിട്ട് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുക്കാം. അതല്ല ജസ്റ്റ് റോസ്റ്റായിട്ടാണെങ്കിൽ കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ സംഭവം പിന്നെ ആവശ്യമില്ല, അതങ്ങ് വറ്റി പൊക്കോളും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ഞണ്ട് കറി ഏകദേശം റെഡി ആയിട്ടോ. വലിയ സമയമൊന്നും എടുത്തിട്ടില്ല കേട്ടോ. എനിക്കൊരു എന്താ പറയുക, ഒരു 10 മിനിറ്റ് തന്നെ ആയിട്ടില്ല. നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിട്ടും ഈ ഒരു രൂപത്തിലെത്തിയിട്ടും 10 മിനിറ്റ് പോലും ആയിട്ടില്ല. അപ്പോൾ ഇത് ഞണ്ട് ശരിക്കും പറഞ്ഞാൽ വൃത്തിയാക്കി എടുക്കാനുള്ളൊരു പാട് മാത്രമേ ഉള്ളൂ. അതായത് വെന്ത് കിട്ടാനൊന്നും വലിയ താമസമുള്ളൊരു സംഭവമല്ല കേട്ടോ. ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചെറിയ ഉപ്പിൻ്റെ, മുളക് പൊടിയുടെയും ഒക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് ഞാനിപ്പോൾ വീണ്ടും ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഇടയ്ക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. കുരുമുളകോ മുളക് പൊടിയൊക്കെ കുറവായിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ, എരിവ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഇപ്പം ഏകദേശം 90% റെഡിയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ഒരു എന്താ പറയുക 2-3 മിനിറ്റ് കൂടി ഒന്ന് ഇട്ടിട്ട് നോക്കിയിട്ട് നോക്കുക. വാ ഗൈസ്, അപ്പോൾ നമ്മുടെ ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്കെടുത്ത് കഴിച്ച് നോക്കാം. ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കി, കുഴപ്പമൊന്നുമില്ല, റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇത് കാര്യമായിട്ട് തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറയാം. സോ ഗൈസ്, നമ്മുടെ ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് സെറ്റപ്പ് ആയിട്ട് ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോകണം. ഇത് നമുക്ക് എന്തിൻ്റെ കൂടെയും കഴിക്കാം. ഞാൻ നോക്കിയിട്ട്, അതായത് ഇപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം, നല്ല കുത്തരി ചോറിൻ്റെ അതിൻ്റെ കൂടെ കഴിക്കാം. ഏത് ചോറിൻ്റെ കൂടെ നമുക്ക് ഉച്ചയ്ക്ക് ഇത് കഴിക്കാം. അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, പൊറോട്ടയുടെ കൂടെ കഴിക്കാം, ബ്രെഡിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ അങ്ങനെ പല രീതിയിൽ കഴിക്കും. ഞാൻ ആദ്യം പറഞ്ഞാൽ നമ്മുടെ യൂണിസ് ബൈ ബ്രെഡിൻ്റെ കൂടെയാണ് നല്ല രാത്രി ഇത് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ഫുഡിൻ്റെ കൂടെയും ഈ സംഭവം കഴിക്കാം. അപ്പോൾ രാവിലെ ആയാലും ശരി, ഉച്ചയ്ക്കായാലും ശരി, രാത്രി ആയാലും ശരി, എന്തിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും ഒരു പീസ് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഞണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് കുറച്ച് എടുത്ത് വെച്ചിട്ട് നോക്കുകയാണ്. കണ്ടിട്ട് തന്നെ എനിക്ക് കഴിച്ചോളാൻ വയ്യ. ഇന്നലെ രാത്രി മുതൽ യൂണിസ് ബായി എന്നെ ഇട്ട് കൊതിപ്പിച്ച് കള്ളൻ അബുദാബിയിൽ തന്നെ കൊതിപ്പിച്ച് നമ്മൾ തിരുവനന്തപുരത്തിരുന്ന് ഈ സാധനം ഒന്ന് ഒപ്പിച്ചു. അതാണ് വിട്ടുകൊടുക്കില്ല, അതാണ് ചലഞ്ച്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഓക്കെ,
ആഹാ, പൊളി ടേസ്റ്റ്. സൂപ്പർ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ചോറും കിട്ടുന്നുണ്ട്. എന്നിട്ട് വേണം ഇതെല്ലാം കൂടെ കൂട്ടി അടിക്കും. ഉച്ച സമയമായിട്ടാണ് ഒന്ന് ചോറും കൂടെ കഴിക്കാനുള്ള പരിപാടി. ആഹാ, സൂപ്പർ. നമ്മുടെ ചെമ്മീനില്ലേ, ചെമ്മീൻ കറിയുടെ അങ്ങനത്തെ ടേസ്റ്റ് തന്നെയാണ്. സൂപ്പറായിട്ടുണ്ട്. അപ്പം എന്നാലും സംഭവം ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ യൂനിസ് ബൈ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇങ്ങനൊരു ഡിഷ് നമുക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങളുടെ കറി, എങ്കിലും ഇത് വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു ഡിഷ് ഉണ്ടാക്കാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചതിനും അത് കഴിക്കാൻ എന്നെ കൊതിപ്പിച്ചതിനും യൂനിസ് ബൈയുടെ ഒരു സ്പെഷ്യൽ താങ്ക്സ്. അപ്പോൾ എല്ലാവരും യൂനിസ് ബൈയുടെ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്ത് ഇതുപോലത്തെ കുറേ വെറൈറ്റി ഡിഷ് കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ ഉണ്ടാക്കി അതിനകത്ത് ഇടുന്നുണ്ട്. അപ്പോൾ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഇത് വെറുതെ ചാനൽ പ്രൊമോഷൻ വേണ്ടി ഞാൻ പറയുന്നതല്ല, ഇത് ഞാൻ ശരിക്കും എനിക്ക് അങ്ങനെ ഒരു താല്പര്യം തോന്നി തന്നെ ചെയ്ത കാര്യമാണ്. അപ്പോൾ അതിനകത്ത് ഒരുപാട് വെറൈറ്റി ഡിഷുണ്ട്, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ ഇനിയും പല പല വെറൈറ്റി ഡിഷുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റിലൊന്ന് പറയാം. ഓക്കെ, ഇഷ്ടമായാൽ ഈ വീഡിയോ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ ഈ സംഭവം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ആർക്കും ഉണ്ടാക്കാം, എനിക്ക് ഉണ്ടാക്കാൻ പറ്റുക, നിങ്ങൾ ഓരോരുത്തർക്ക് ചിലപ്പോൾ ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക. ഓക്കെ, താങ്ക് യു.